2015 റിലീസ് ചെയ്ത എന്നെ എറിന്താൽ എന്നുള്ള അജിത് മൂവിയാണ്. എന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് അജിത് മൂവിയാണ് എന്നെ എറിന്താൽ. അതൊരു ജീവിയ മൂവി ആണെങ്കിൽ കൂടിയും അജിത്തിന് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ചാമായിട്ടും സ്റ്റൈലിഷ് ആയിട്ടും സ്വാഗ് ആയിട്ടും നമ്മൾ കണ്ട ഒരു മൂവിയാണ് എന്നെ എറിന്താൽ. പക്ഷെ അത് ബോക്സ് ഓഫീസിൽ വർക്കായില്ല. അതേപോലെ അതേ സ്റ്റോറി ലൈൻ അതേ സെയിം പ്ലോട്ട് ഉള്ള ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയത് തെറിയാണ്. 2016 റിലീസ് ചെയ്ത വിജയുടെ മൂവിയാണ് തെറി. സോ ആ മൂവി കമേഴ്ഷ്യലി എത്രത്തോളം വർക്കായി നമുക്ക് അറിയാവുന്നതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വിജയുടെ അങ്ങനത്തെ ഒരു മൂവി നമ്മൾ കാണാനിടയായത്. കമേഴ്ഷ്യൽ ബേസ്ഡ് ആണെങ്കിലും വിജയുടെ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ പാക്കേജ് ആയിരുന്നു തെറി മൂവി. സോ ഞാൻ എന്തുകൊണ്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എറിന്താൽ എടുത്ത വേ അല്ലെങ്കിൽ എന്നെ എറിന്താൽ പറയാൻ ഉദ്ദേശിച്ച ഒരു വേ ഉണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മൂവിയാണ് എന്നെ എറിന്താൽ. പക്ഷെ അത് ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഓർ അത് റിസീവ് ചെയ്തിട്ടില്ല. ഒരു സൈഡിൽ എന്നെ എറിന്താലാണെങ്കിൽ മറ്റൊരു സൈഡിൽ തെറി. പക്ഷെ എന്നെ എറിന്താൽ മോശം സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷെ അത് വർക്കായില്ല. അതുകൊണ്ട് അത് മോശം മൂവി ആവുമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാ മൂവിക്കും ഒരു ഗ്രാമർ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ മൂവിയും പറയേണ്ട ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ ഒരു പറയേണ്ട ഒരു ജോണർ ഉണ്ട്. മൂവീസിന് അതിൻ്റെതായ ഒരു മീറ്റർ ഉണ്ട്. സെയിം സ്റ്റോറി ആണെങ്കിലും സെയിം പ്ലോട്ട് ആണെങ്കിലും ദ വേ ഓഫ് സ്റ്റോറി ടെൽ ഡിഫറെന്റ് ആയിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ള മൂവീസ് ഇതൊക്കെയാണ്. പിന്നെ ഒരു മൂവി കൂടെയുണ്ട്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്. എനിക്ക് ഇതുപോലെ സിമിലാരിറ്റി തോന്നിയിട്ടുള്ള വേറൊരു മൂവിയാണ് KGF-ഉം കുരുവിയും. അതെ, അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സിനിമ കണ്ട എനിക്ക് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. സോ ഇതുപോലെ നിങ്ങൾക്ക് സിമിലാരിറ്റീസ് തോന്നിയിട്ടുള്ള സെയിം പ്ലോട്ടുള്ള മൂവീസ് ഏതൊക്കെയാണെന്നുള്ളത് തോട്ട്സ് ഷെയർ ചെയ്യുക കമന്റിൽ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സൈനിങ് ഓഫ്.